ഹലോ, ഞാനിപ്പോൾ ഒന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ആപ്പിൾ ഫോൺ, ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണയായി എല്ലാവരും ചെയ്യുക, ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ച് ചോദിക്കും. അതുപോലെ തന്നെ മറ്റുള്ള സാധാരണ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് അല്ലാത്ത മറ്റുള്ള ഷോപ്പുകൾ അവിടേക്ക് വിളിച്ച് ചോദിക്കും, ഇതിന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഇതിന് എത്ര രൂപ വരും, ശരിയാക്കാൻ എത്ര ദിവസം പിടിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് സാധാരണയായി കിട്ടും? ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ആ പടം കിട്ടുന്ന രണ്ട് സർവീസുള്ളൂ. ഒന്നുകിൽ ഡിസ്പ്ലേ പൊട്ടി കഴിഞ്ഞാൽ അത് മാറ്റി തരും. അത് ഫോണിന് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ മാറ്റി തരില്ല. ഡിസ്പ്ലേ മാത്രമാണ് പൊട്ടിയിട്ടുള്ളതെങ്കിൽ അവർ മാറ്റി തരും. അതുപോലെ ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ട്, സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബാറ്ററി മാറ്റി തരും. ഈ രണ്ട് സർവീസ് അല്ലാണ്ട് വേറെ ഒരു സർവീസും ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നിന്ന് ആപ്പിളിൻ്റെ ഐഫോണിനോ ഐപാഡിനോ അതും കിട്ടില്ല. ഐപാഡിന് അവർ ഡിസ്പ്ലേ മാറ്റി കൊടുക്കാറില്ല, ബാറ്ററി മാറ്റി കൊടുക്കാറില്ല. അവർ റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആപ്പിൾ ഫോണിന് മാത്രമാണ് ഡിസ്പ്ലേയും ബാറ്ററി മാത്രം മാറ്റി കൊടുക്കും. മറ്റുള്ള സർവീസുകളൊന്നും ചെയ്യില്ല. വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ റീപ്ലേസ് ചെയ്യാമെന്ന് പറയും. റീപ്ലേസ് ചെയ്യാൻ നമുക്ക് വലിയ ലാഭമൊന്നുമില്ല, വളരെ എക്സ്പെൻസീവ് ആണ്. അവർ ആ ഫോൺ മേടിക്കുകയും ചെയ്യും. ഏതാണ്ട് ആ ഫോണിൻ്റെ 3/4 വരുന്ന പൈസയും നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ മറ്റുള്ള ഷോപ്പുകളിൽ, സാധാരണ പ്രൈവറ്റ് ആൾക്കാർ നടത്തുന്ന ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഒറിജിനൽ സ്പെയർ പാർട്സ് ഒന്നും കിട്ടില്ല. സ്പെയർ പാർട്സ് എല്ലാം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. എന്നാൽ പക്ഷേ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മൈക്ക്, അതുപോലെ ചാർജിങ് കണക്ടർ, സ്പീക്കറുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒറിജിനൽ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വർക്ക് ചെയ്തോളും. പിന്നെ 1-2 ചെറിയ പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചാർജിങ് കണക്ടർ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്ക് ആൻറ്റിന, ഇതാണ് നെറ്റ്വർക്ക് ആൻറ്റിന. ഈ നെറ്റ്വർക്ക് ആൻറ്റിന ഇരിക്കുന്നത് ഈ ചാർജിങ് കണക്ടറിലാണ്. അപ്പോൾ ചില സെറ്റുകൾ വളരെ അപൂർവമായിട്ട്, ചിലപ്പോൾ ഒരു 50, ചിലപ്പോൾ ഒരു 20 അല്ലെങ്കിൽ 50 സെറ്റുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അതിൽ 2-3 സെറ്റുകൾക്ക് വരാം. ഇത് ഈ നെറ്റ്വർക്ക് ആൻറ്റിന കറക്റ്റായിട്ട് വർക്ക് ചെയ്തൊന്നും വരില്ല. ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അത് വളരെ റെയറായിട്ട് വരുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ സ്പെയർ വേറെ ഇട്ട് ഉപയോഗിക്കാം. പക്ഷേ 1-2 സെറ്റുകളിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതൊഴികെ വേറെ മറ്റുള്ള പാർട്സുകളൊന്നും മാറ്റിക്കൊണ്ടൊന്നും ഫോൺ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ആയിരിക്കുന്നത് മാത്രമാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും പറയുന്നത് ഒറിജിനൽ പാർട്സാണ് ഇട്ട് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയായിരിക്കും. അങ്ങനെ ഒറിജിനൽ പാർട്സ് സാധാരണ മറ്റുള്ള ഷോപ്പുകളിൽ കിട്ടില്ല. ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ഷോപ്പുകളിൽ മാത്രമാണ് ഒറിജിനൽ പാർട്സ് കിട്ടുള്ളൂ. അതും ഡിസ്പ്ലേയും ബാറ്ററിയും മാത്രം, വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആപ്പിളിൻ്റെ 11 എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നേ പിന്നെ ഫോണുകൾക്ക് ചെറിയൊരു സ്ലോ ആവുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. 6S 7 തുടങ്ങിയ സെറ്റുകളിൽ. അപ്പം അങ്ങനെയുള്ള ഫോണുകൾക്ക് അവർ ബാറ്ററി ചെറിയൊരു പൈസ എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപയ്ക്ക് അവർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഒരു 6000 രൂപ 7000 രൂപ വരും. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം കാരണം അവരിപ്പം ഒരു 2000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അവരുടെ ഫോണുകൾ ലെസ് സ്ലോ ആവണം, ബാറ്ററി കറക്റ്റ് നിൽക്കണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ഡീലർ അടുത്ത് പോയിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ഇടുകയാണെങ്കിലും ഏതാണ്ട് ഒരു വലിയ കുഴപ്പമില്ലാത്ത ബാറ്ററിക്ക് ഒരു 900 രൂപ, 1000, 1500 രൂപയൊക്കെ വരാറുണ്ട്. അപ്പോൾ 2000 രൂപയ്ക്ക് ഒറിജിനൽ ബാറ്ററി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രോഗ്രാമാണ്. ആപ്പിൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ട്. ഒറിജിനലിൻ്റെ ക്ലാരിറ്റി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഒരു ലേശം ക്ലാരിറ്റി ഒറിജിനൽ വിട്ട് കുറവായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേക്ക്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതാണ് നിവൃത്തിയുള്ളൂ. ആപ്പിളിൻ്റെ ഇപ്പോൾ ഐഫോൺ ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ ഐഫോൺ 6S ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഷോപ്പിൽ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 17,000 രൂപയോ മറ്റോ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ള സാധാരണ ഷോപ്പുകളിൽ മാറ്റുകയാണെങ്കിൽ ഏതാണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ഒരു 3500, 4000, 4500 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത കിട്ടാവുന്നൊരു നല്ല ഡിസ്പ്ലേ നമുക്ക് കിട്ടും.